എല്ലാവർക്കും നമസ്കാരം. ഇത് നടൻ ബാലയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഉല്ലാസ് പന്തലം. രണ്ട് വാക്കുകൾ ഇന്ന് എൻ്റെ മനസ്സുകൊണ്ട് സംസാരിക്കണമെന്നുണ്ട്. അറിവ് കൊണ്ടല്ല, മനസ്സുകൊണ്ട്. അറിയാം, അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ മുമ്പ് ജീവിതത്തിൽ തന്നെ ഒരു വലിയ ഒരു അടി ഉണ്ടായിരുന്നു. അതിലെന്ത് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ മനുഷ്യൻ്റെ കാര്യം അറിയാമല്ലോ, സുഖമില്ലാണ്ടായിപ്പോയി. ഒരു സൈഡ് സ്ട്രോക്ക് വന്നു പോയി. ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തലംതിരിക്കുമ്പോൾ 4 പേര് ചേർന്ന് കൈ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ദൈവത്തുണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്നവരും സന്തോഷമായിരിക്കണം. എല്ലാവരും ഈ ഓണം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കലാകാർക്ക് കല അല്ലാണ്ട് വേറെ തൊഴിൽ അറിയില്ല. അപ്പോൾ ഇവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. എത്രയോ കൂടെ വളർന്നു വന്ന മിമിക്രി ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട്. എത്രയോ സിനിമയിലെ ആർട്ടിസ്റ്റുകളുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. ഇത് കാണുന്ന സാധാരണ പ്രേക്ഷകരുണ്ട്. ഒന്നില്ലാണ്ട് എന്നെ സ്നേഹിക്കുന്ന, ബാലാന്ന് പറയുന്ന ഒരു നടനെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല മനസ്സുണ്ട്, ഫാൻസുണ്ട്. ഉല്ലാസ് പന്തലത്തിന് വേണ്ടി ഞാൻ നിങ്ങളിடம் സഹായം ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ മനസ്സുകൊണ്ട് ചെയ്യുന്നു. ഇത് കണക്കല്ല, ഇത് കാശിൻ്റെ കണക്കല്ല. ഈ 2 കുട്ടികളും ഇപ്പോൾ ഒരുത്തൻ 12th, ഒരുത്തൻ 11th, വലിയ വലിയ സ്വപ്നത്തോടാണ് നിൽക്കുന്നത്. ചേച്ചി ഇപ്പോഴാണ് കല്യാണം കഴിച്ച് ഒരു നല്ല ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് അവർക്കും ഒരു മനസ്സ് സങ്കടം. എനിക്ക് എൻ്റെ മികച്ച കലാകാരൻ ഉല്ലാസ് പന്തലം തിരിച്ചു വേണം. ഈ ബാലയ്ക്ക് തിരിച്ചു വേണം, ഈ മലയാള സിനിമയ്ക്ക് തിരിച്ചു വേണം. ഇവർ ചെയ്ത എല്ലാ ഷോസിലും ഞാനുണ്ടായിരുന്നു, അല്ലേ? കുറേ ഷോസ്, എത്ര പേരെ ചിരിപ്പിച്ചു. ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ ഷോയില് നമ്മൾ 2 പേരും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അത് കുറിച്ച് പറയും. നമ്മൾ ഒരിക്കൽ മനോരമയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പ്രോഗ്രാം എപ്പിസോഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആലപ്പുഴ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാത്രിയിൽ 12 മണിക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് ഇന്നത്തെ പരിപാടി ഗംഭീരമായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതോടെ തന്നെ എന്നെ സിനിമയിൽ ഞാൻ ഒരു വേഷം ഓഫർ ചെയ്യുന്നെന്നും പറഞ്ഞു. അത് ഈ ഇടയ്ക്കും പറഞ്ഞായിരുന്നു. അപ്പോഴത്തേനാണ് സുഖമില്ലാതായിപ്പോയത്. തിരിച്ചു വരും. ഇപ്പോൾ ആൾമോസ്റ്റ് ശരിയായി, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി സിനിമയിലെ കയറണം. എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എന്താണ് അവസ്ഥ? ഞാൻ പറഞ്ഞു ഇന്നതുപോലൊക്കെയാണ്. ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ടൊന്ന് വരുമോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. അതെ, അദ്ദേഹം റിക്വസ്റ്റ് പോലും ചെയ്തിട്ടില്ല. നമ്മുടെ കടമയായിട്ട് എനിക്ക് തോന്നി, വേറെ ഒന്നുമില്ല. ഈ വീഡിയോ പോലും എനിക്ക് വേണ്ടിയല്ല എടുക്കുന്നത്, ദയവേത് തെറ്റിദ്ധരിക്കേണ്ട. ബാലയ്ക്ക് മരണം കണ്ടു വന്നതാണ് ഞാൻ. മരണത്തെ മുഖാമുഖം വന്നതാണ്. എനിക്ക് ഒരു പബ്ലിസിറ്റിയോ അതൊന്നും ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കും ഇദ്ദേഹത്തിൻ്റെ ഭാവിക്കും ഒരു നന്മ ഉണ്ടായാൽ ഇത് കാണുന്ന പ്രേക്ഷകരുടെ നല്ല മനസ്സുകൊണ്ടും നല്ല കൈകൊണ്ടും ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ കുടുംബം സന്തോഷമായിട്ട് എല്ലാവരുടെ കൂടെ ആഘോഷിച്ച് ജീവിക്കും. അത് നമ്മുടെ കടമ. ഇനിയും പുതിയ സ്ക്രിപ്റ്റുകൾ വരും, നമ്മളെ എപ്പോഴും ചിരിപ്പിക്കും, അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവമുണ്ട്. ഒരു സെക്കൻഡ് എങ്കിൽ ഇത് ഓണത്തിന് വേണ്ടി തങ്ങളുടെ കുടുംബത്തിന്, പിന്നെ ശരിയാവുന്നവരെ എല്ലാം ഞാൻ നോക്കിക്കും തന്നെ. അത് കഴിഞ്ഞാൽ വലിയ നടനായി സിനിമയിൽ പോയി മമ്മൂട്ടി മോഹൻലാൽ കൂടെ അഭിനയിക്കുമ്പോൾ ജാട കാണിച്ചിട്ട് എന്നെ മറക്കരുത് മിസ്റ്റർ ബാല. ഓക്കെ, അപ്പം എല്ലാം നന്മയും നടക്കട്ടെ. നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതുപോലെ അതെ, എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ അസുഖത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം, എറണാകുളം വരെ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കാറിൽ വരുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. അപ്പം എന്നാൽ വീട്ടിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പോഴാണ് അദ്ദേഹം എനിക്ക് ഈ സഹായം ചെയ്തത്. ഇന്നും ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലോർക്കും. ഒരു ജാടയുമില്ല. നടനായാൽ ആ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റിലാണ് ഇപ്പോഴും ഉള്ളത്. സിനിമ നടനായിട്ടില്ല. ആകണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട്. പാസീസ് എല്ലാം ഭയങ്കര സിനിമ നടനായില്ലേ? എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നാൽ
അഭിനയം കുറച്ച് പ്രശ്നം ഒക്കെ അതെല്ലാം വേറെ കാര്യം. എത്ര കഴിവുണ്ട് ഇദ്ദേഹം ഒറ്റയടിക്ക് ഒരു കസേരയും ഒരു പേപ്പറും പേനാവും കൊടുത്ത് ഇന്ന് ആ സ്റ്റേജിൽ എഴുതിയ എല്ലാ സ്ക്രിപ്റ്റും ആൾമോസ്റ്റ് ഹിറ്റായ എല്ലാ സ്ക്രിപ്റ്റും ഇദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റാണ്. അത് ആ ഒരു അവസരം ഇവിടെ ഏഷ്യാനെറ്റിലെ മനോരമയിലെ എല്ലാ ചാനലുകൾക്കും അറിയാം. ആ ഒരു അവസരം കൊടുക്കണം, അദ്ദേഹത്തിന് ജോലിയെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. പിന്നെയാണ് സഹായം. അദ്ദേഹം അന്തസ്ഥായിട്ട് പണിയെടുത്തോളും ഏത് സിറ്റുവേഷനിലും. ഇത് ബാലയുടെ പേഴ്സണൽ റിക്വസ്റ്റ്. താങ്ക് യു. നന്ദി, നമസ്കാരം. പക്ഷാഘാതം മൂലമുള്ള ശാരീരിക അവശതകൾ കാരണം വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടൻ ഉല്ലാസ് പന്തളത്തിന് സഹായവുമായി നടൻ ബാല രംഗത്ത്. ഓണക്കാലത്ത് ഉല്ലാസിനും കുടുംബത്തിനും ധനസഹായവുമായിട്ടാണ് ബാല എത്തിയത്. ഒരു ഭാഗം സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുകയാണ്. ഒരാൾ തളർന്നിരിക്കുമ്പോൾ 4 പേർ ചേർന്ന് കൈ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ദൈവത്തുണ. ഈ ഓണത്തിന് താങ്കളുടെ കുടുംബത്തിന് ആരോഗ്യം ശരിയാകുന്നതുവരെ ഞാൻ നോക്കിക്കോളാം. ആരോഗ്യമെല്ലാം ശരിയായി കഴിഞ്ഞ മമ്മൂട്ടി, മോഹൻലാൽ സാർ കൂടി അഭിനയിക്കുമ്പോൾ നമ്മളെ മറക്കല്ലേ. സന്മനസ്സുള്ളവർ അദ്ദേഹത്തെ സഹായിക്കുക. ചികിത്സയ്ക്ക് ഇനിയും പണം ആവശ്യമാണ്. എത്രയോ പേര് ചിരിപ്പിച്ച കലാകാരന്റെ തിരിച്ചുവരവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പന്തളം സ്വദേശിയായ ഉല്ലാസ് മിമിക്രി വേദികളിലൂടെയാണ് കലാജീവിതം തുടങ്ങിയത്. ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലെ പ്രകടനമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത്. പ്രത്യേകിച്ചും കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെ ഉല്ലാസ് പന്തളം എന്ന പേര് മലയാളി വീടുകളിൽ സംസാര വിഷയമായി. തനതായ ശൈലിയിലുള്ള സംഭാഷണങ്ങളും കൗണ്ടർ തമാശകളും ഉല്ലാസിനെ മറ്റ് കലാകാരന്മാരിൽ നിന്ന് വേറിട്ടു നിർത്തി. സിനിമകളിലും ചെറു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഉല്ലാസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. അപ്രതീക്ഷിതമായി ബാധിച്ച പക്ഷാഘാതം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തളർത്തി. ശരീരത്തിന്റെ ഇടതുഭാഗം ഭാഗികമായി തളർന്നു പോയതോടെ കലാരംഗത്ത് സജീവമായിരുന്ന ഉല്ലാസ് പെട്ടെന്ന് വേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി. അസുഖം വന്ന് വേദികൾ നഷ്ടപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പലരും കൈവിട്ടപ്പോൾ മുന്തേപ്പന്തൽ എന്ന ഹോട്ടലാണ് അദ്ദേഹത്തിന് കൈത്താങ്ങായത്. ഒപ്പം ചില സുഹൃത്തുക്കളും സുമനസ്സുകളും സഹായിച്ചു. ഇപ്പോൾ വീണ്ടും വേദികളിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. തന്നെക്കൊണ്ട് ആകും വിധമെല്ലാം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഒരാളുകൂടിയാണ് ഉല്ലാസ് പന്തളം. തന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ആരെയും ശല്യപ്പെടുത്താതെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവസാനം അത് നടക്കാതായതോടെയാണ് ഇപ്പോൾ വീണ്ടും വേദികളിലേക്ക് എത്താൻ അദ്ദേഹം തയ്യാറായത്.